ഹലോ ഹായ് നമസ്കാരം. നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്ന ഒരു ലൈറ്റ് ആംബിയൻസിലോ ഒന്നും അല്ല ഇപ്പോൾ നിൽക്കുന്നത്. ചിലപ്പോൾ ഒരുപാട് നോയ്സ് കേൾക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഇന്നലെ രാത്രി കള എന്ന സിനിമ കണ്ടു. ആ സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പലപ്പോഴും ഈ ഓൺലൈൻ റിവ്യൂ ഒക്കെ കാണുന്ന സമയത്ത് കേൾക്കുന്ന ഒരു ഡയലോഗാണ്, ഇത് അവരുടെ ചായക്കോപ്പയല്ല എന്ന്. ഇറ്റ്സ് നോട്ട് ദെയർ കപ്പ് ഓഫ് ടീം. ആ ഒരു രീതിയിൽ ചില സിനിമകളെയൊക്കെ ചില ആളുകൾ റിവ്യൂവിൽ തന്നെ ബ്രാൻഡ് ചെയ്ത് വെക്കും. ചില സമയത്തൊക്കെ ഒരു രക്ഷപ്പെടലാണ്. പക്ഷേ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഞാനത് ഉപയോഗിക്കുന്നത് അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല. കള എന്ന സിനിമ കണ്ടു തീരുമ്പോൾ പ്രേക്ഷകരുടെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കാം, ഏതാണ് ഈ പയ്യൻ? ഇവൻ എവിടെയായിരുന്നു ഇത്ര നാൾ എന്ന്. 18-ാം പടി എന്ന സിനിമയിലൂടെ നമുക്ക് പരിചിതനായ സുമേഷ് മൂർ എന്ന് പറയുന്ന കലാകാരനാണ് ഇതിലെ ടൊവിനോ അല്ലാതെയുള്ള ആ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഫൈറ്റാണ്. വളരെ കുറച്ച് ഡയലോഗുകളല്ല, വേർഡ്സ് മാത്രമാണ് പുള്ളി പറയുന്നത്. പക്ഷേ ആ ഫൈറ്റ് സീക്വൻസിലുടനീളം ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന ഒരു ഇമോഷനുണ്ട്, ഒരു പെയിനുണ്ട്. അത് മുഴുവൻ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇയാളിങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന ആ ഒരു പെയിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നതും ഫൈറ്റ് സീക്വൻസിലുള്ള അയാളുടെ ഒരു പെർഫോമൻസ് ആണെങ്കിലും ഈ കഥാപാത്രത്തിന് ഒരു 2 സ്റ്റേജുകൾ കാണിക്കുന്നുണ്ട്. ആ 2 സ്റ്റേജുകളിലും ഇദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസും ഒക്കെ ഗംഭീരമാണ്. എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ചോദ്യം, ആരാണ് ഇതിൻ്റെ ക്യാമറയും എഡിറ്റിങ്ങും VFX ഒക്കെ ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ കളറിംഗ് ഒക്കെ ആരാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. ഇതിൻ്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൊത്തം ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു ആക്ഷൻ സിനിമ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് വേട്ടയാടൽ പരിപാടികളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ പല രംഗങ്ങളും വരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. പക്ഷേ നമ്മളും ശരിക്കും ആ ഫൈറ്റിലൂടെയൊക്കെ കടന്നു പോകും. പിന്നെ എഡിറ്റിംഗ്, സിനിമ തുടങ്ങുന്ന സമയം മുതൽ ഇതിനൊരു പ്രത്യേക മൂഡ് ബിൽഡ് ചെയ്താണ് എഡിറ്റിംഗ് പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു ആ കട്ട്സൊക്കെ. മലയാളത്തിൽ വളരെ കുറച്ച് മാത്രം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സീക്വൻസിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു പാറ്റേൺ ആണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, സംഭവം കൊള്ളാം, പക്ഷേ ഈ ചായ ഇടുന്നതിനും തുണി അലക്കുന്നതിനും ഒക്കെ എന്തിനാണ് ഇങ്ങനത്തെ കട്ട്സ് യൂസ് ചെയ്യുന്നതെന്ന്. പക്ഷേ സിനിമയുടെ തുടക്കം മുതൽ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അത് നമ്മളെ പിന്നീട് അങ്ങോട്ട് സിനിമ ആസ്വാദനത്തിനെ കൂടുതൽ സഹായിക്കും. VFXൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൽ ആനിമൽസിനെ കാണുന്നുണ്ട്. ഈ അണ്ണാൻ, ഓന്ത്, ചിത്രശലഭം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ വളരെ ഒറിജിനലായിട്ട് വളരെ രസമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ ഇതിൻ്റെ കളറിങ്, ഈ സിനിമയുടെ മൂഡിനെ ശരിക്കും ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ മൊത്തത്തിലുള്ളൊരു കളറിങ് പാറ്റേൺ ഒക്കെയാണ്. അതും എനിക്ക് അതിഗംഭീരമായി അനുഭവപ്പെട്ടു. മൂന്നാമത്തെ ചോദ്യം, ആരാണ് ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തിരിക്കുന്നതെന്നാണ്. കാര്യം ഓരോ സൗണ്ട് എലമെൻറ്റും ഇവർ പിക്ക് ചെയ്തിരിക്കുന്ന രീതി, അത് മിക്സ് ചെയ്തിരിക്കുന്ന രീതി. ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലേത് ശബ്ദത്തിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്, അതെങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യേണ്ടത്, അതൊക്കെ വളരെ കൃത്യമായ കാൽക്കുലേഷനോടുകൂടി ചെയ്തില്ലെങ്കിൽ നമുക്ക് തോന്നും ഇത് കംപ്ലീറ്റ് സൗണ്ട് എടുത്തുകൊണ്ട് വന്നേക്കുന്നതെന്ന്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഫീൽ ഇല്ല. അടുത്ത ചോദ്യവും അങ്ങനെ തന്നെയാണ്, ആരാണ് ഇതിൻ്റെ BGM വർക്ക് ചെയ്തിരിക്കുന്നതെന്ന്. കാര്യം ഈ സിനിമയുടെ മൂഡ് ബിൽഡ് ചെയ്ത് വരുന്നതിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളിലൊന്ന് ഇതിൻ്റെ BGM ആണ്. സംഗീതത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ അടുത്ത ചോദ്യം, ആരാണ് ഇതിൻ്റെ ടൈറ്റിൽ സോങ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. അത്ര മനോഹരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ആ ടൈറ്റിൽ സോങ്. അത് വീണ്ടും ഒന്നുകൂടി കേൾക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇതേ ടൈറ്റിലിനെ കുറിച്ച് തന്നെയാണ് അടുത്ത ചോദ്യവും വരുന്നത്, ആരാണ് ഇതിൻ്റെ ടൈറ്റിൽ, ആ ഗ്രാഫിക്സ് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന്. ഓന്തിൻ്റെയും ചിത്രശലഭങ്ങളുടെയൊക്കെ വർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പെർഫെക്ഷനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഇവിടെ ഒരു സ്റ്റോറി പറയാനുണ്ട്. അതിഗംഭീരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിൻ്റെ ഒരു പാസ്റ്റ് അവർ ബിൽഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ടൈറ്റിൽസിൽ. എത്ര രസമായിട്ടാണ് അവർ ആ കഥ പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങോട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഈ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ആരാണ് ഇതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്? ശരിക്കും വളരെ വന്യമായിട്ടുള്ള ഒരു ഫൈറ്റാണിത്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതലുള്ളതും അത് തന്നെയാണ്. ആ വർക്ക് അത് നന്നായിട്ടില്ലെങ്കിൽ ഈ സിനിമ നമുക്ക് ഒരു തരത്തിലും ഇഷ്ടപ്പെടില്ല. പക്ഷേ ആ വർക്ക് അതിഗംഭീരമായിട്ടുണ്ട്. ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉഗ്രൻ ഇടിയാണ്. നെക്സ്റ്റ് പ്രധാനപ്പെട്ട ചോദ്യം, ആരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ ചെയ്തിരിക്കുന്നതെന്നാണ്. ഏറ്റവും അവസാനം സംവിധായകൻ്റെ പേര് എഴുതി കാണിക്കുമ്പോൾ കൊള്ളാം മോനെ, അടിപൊളിയാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. കാര്യം ഈ കഥയ്ക്ക് വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന സാഹചര്യം, കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, ആ കഥാപാത്രങ്ങളുടെ ഡെപ്ത്, വളരെ കുറച്ച് സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതിനോടൊപ്പം ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇവരെടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡിനോടും എനിക്കൊരു ബഹുമാനം തോന്നി. ചിലതൊക്കെ തിരഞ്ഞെടുക്കാൻ കുറച്ച് ധൈര്യം വേണം, അത് എക്സിക്യൂട്ട് ചെയ്യാൻ അതുപോലെ തന്നെ ധൈര്യം വേണം. ആ ധൈര്യം ആര് കാണിച്ചാലും നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം. അടുത്ത ചോദ്യം ഏറ്റവും അവസാനം ചോദിക്കേണ്ടതല്ല, പക്ഷേ ഇതിൽ എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യം തന്നെയാണുള്ളത്. ടൊവിനോ ഇങ്ങനെ ഒരു സിനിമ നിർമ്മിക്കാൻ തയ്യാറെടുത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാര്യം നമ്മുടെ നാട്ടിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള നായക കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വളരെ ആഗ്രഹത്തോടു കൂടി വന്ന് ചെയ്യും. ഒരുപാട് പേര് അത്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ടൊവിനോ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ നെഗറ്റിവിറ്റിയുടെ സ്കെയിൽ അത്ര വലുതാണ്.
പറഞ്ഞതാണ്. എന്റെയും നിങ്ങളുടെയൊക്കെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈഗോയുടെ, നമുക്ക് കിട്ടിയിരിക്കുന്ന സുഖലോലുപതകൾ കൊണ്ട് നമ്മൾ മറന്നു പോയിരിക്കുന്ന പല സത്യങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു കഥാപാത്രമാണ്. ആൻഡ് ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ, അത് സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നില്ല, അവിടം വരെ അങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു കഥാപാത്രത്തിനെ താൻ തന്നെ അവതരിപ്പിക്കുകയും അത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാവുക എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് ടൊവിനോ തോമസ് തീർച്ചയായും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. ഇനി നെഗറ്റീവ്സിലേക്ക് വരാം. ഈ സിനിമ പല ആളുകൾക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് വയലൻസ് ഉണ്ട്, ഒരുപാട് രക്തവും ഒരുപാട് ഇടിയും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്. സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഒരു ഡാർക്ക് എലമെന്റ് ഈ സിനിമയിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അതും ഈ സിനിമയുടെ സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും വിജയം തന്നെയാണ്. അങ്ങനെ ഒരു മൂഡ് തന്നെയാണ് അവർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു കാറ്റഗറിയിൽപ്പെട്ട സിനിമകൾ കാണുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഈ സിനിമയും ഇഷ്ടപ്പെടും. രണ്ടാമത്തെ കാര്യം, ഈ കാര്യം പറയുമ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട സ്പോയിലർ എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഇനി അങ്ങോട്ട് ഈ വീഡിയോ കാണാതിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു നെഗറ്റീവ്, അത്രയും വയലൻസ് ഒന്നും കണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല, എനിക്കിങ്ങനെ ആളുകൾ ഒരുപാട് ഇടിക്കുന്ന ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന ഒരാളല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണാം. കാര്യം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. ഇനി സ്പോയിലർ ഉള്ള ആ എലമെന്റിലേക്ക്, ഇവൻ ഇതൊക്കെ ആദ്യം ചെയ്തുകൂടായിരുന്നോ എന്നാണ് ക്ലൈമാക്സിൽ എല്ലാം കഴിയുമ്പോൾ പല ആളുകളും ചോദിച്ചത്. കാര്യം ഇതിൽ ടൊവിനോയുടെ കഥാപാത്രത്തിന്, ഷാജിയെ തേടിയെത്തുന്ന കഥാപാത്രം ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് വരുന്നത് നമ്മൾ ആദ്യം വിചാരിക്കും. പക്ഷെ അതല്ല അയാൾ ചെയ്യുന്നത്. അയാൾ പൂർത്തിയാക്കും എന്ന് വിചാരിച്ചൊരു കാര്യം പൂർത്തിയാക്കാതെയാണ് അയാൾ മടങ്ങുന്നത്. അതെന്തുകൊണ്ടാണ് ഒരു അപൂർണതയായി നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഭാര്യയും കുട്ടിയും കുടുംബവും ഒക്കെ ഉള്ള ഒരാൾ, അങ്ങനെ ഒരാൾ എപ്പോഴും നായകനായിരിക്കും. അയാൾ ജയിക്കണം. നമ്മൾ ഈ വില്ലന്മാരുടെ നായകന്മാരുടെ ഒരു പാറ്റേൺ എടുത്ത് നോക്കിയാൽ അത് മനസ്സിലാവും. നമുക്ക് കുടുംബമാണ് ഏറ്റവും വലുത്. അപ്പോൾ അങ്ങനെ കുടുംബത്തിനെ കുഴപ്പമില്ലാതെ കൊണ്ടുപോകുന്ന ഒരാൾ, അയാൾ എന്തൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അയാൾ കുടുംബമൊക്കെ ഉള്ളതല്ലേ, അയാളങ്ങ് ഇട്ടേക്കാം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഗൃഹനാഥന്മാർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ തെറ്റിനേക്കാൾ കൂടുതൽ അതിന്റെ പിന്നിൽ എവിടെയോ ഇരിക്കുന്ന ഒരു ന്യായത്തിനെ നമ്മൾ കുഴി തോണ്ടി എടുക്കാൻ നോക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് സുമേഷ് മൂറിന്റെ കഥാപാത്രം ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ആ കഥാപാത്രം ആഗ്രഹിച്ചത് തെളിയിക്കാനാണ്. എൻ്റെ ഉള്ളു നിറയെ വേദനയാണ്, നീ എന്നോട് ചെയ്തത് അനീതിയാണ്, ആ വേദന നിനക്കുള്ളതുപോലെ തന്നെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്, നമ്മൾ രണ്ടുപേരും മനുഷ്യരാണ് എന്ന് പ്രസ്താവിക്കാൻ വേണ്ടി, എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അയാൾ അവിടെ വന്നത്. നമ്മൾ ഒരുപാട് പ്രിവിലേജുകളുടെ മുകളിൽ നിന്ന് നോക്കുന്ന ആളുകൾക്ക് ആ പെയിൻ ഒരു വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നില്ല. ഈ സിനിമയിൽ ഉടനീളം ടൊവിനോയുടെ കഥാപാത്രത്തിനെ നോക്കുകയാണെങ്കിൽ കാറ്റഗറൈസ് ചെയ്യുന്ന കുറേ വാക്കുകൾ കൊണ്ടാണ് അയാളെ വിളിക്കുന്നത്. തമിഴിൽ നിന്നും അട്ടപ്പാടി എന്നും പിന്നെയും പല പേരുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അയാളെ റെഫർ ചെയ്യുന്നുണ്ട്. തന്നേക്കാൾ എന്തോ കുറഞ്ഞവനാണ് എന്ന ഭാവത്തിൽ. ആ അഹംഭാവം ഉണ്ടല്ലോ, പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും കയറി ഇരുന്ന് അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന, തലമുറകളായി നഷ്ടപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ട ആളുകളെയൊക്കെ നോക്കി അവൻ ഇതല്ലേ എന്ന് ചിന്തിക്കുന്ന ആ അഹംഭാവമുണ്ടല്ലോ, ആ അഹംഭാവമാണ് ടൊവിനോ എപ്പോഴും മുറുക്കെ പിടിക്കുന്ന ആ നായ. ആ വളർത്തുനായെ കാണിക്കുന്ന ഷോട്ടുകളിലെല്ലാം സൂക്ഷിച്ചു നോക്കിക്കോളൂ, ടൊവിനോ അതിനെ മുറുക്കെ പിടിക്കുകയാണ് ചെയ്യുന്നത്. ആ ചങ്ങല കൂടുതൽ കരുത്തായി കയ്യിൽ ചുറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അത് അയാളുടെ ഈഗോ ആണ്, അയാളുടെ അതിര് കടന്ന കോൺഫിഡൻസ് ആണ്, ഞാനൊരാണാണ് എന്ന ഭാവമാണ്. ഏറ്റവും ആദ്യം അയാൾ മകനോട് ആമ്പിള്ളേർ കരയാൻ പാടില്ല എന്ന് തുടങ്ങുന്ന ഡയലോഗിൽ നിന്ന് അയാളുടെ ക്യാരക്ടർ വരച്ചിടാൻ ശ്രമിക്കുന്നുണ്ട് ഇതിലെ തിരക്കഥാകൃത്ത്. ഓരോ വട്ടം ആ ഷോട്ട് കാണുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് അത് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്നാണ്. ഏറ്റവും അവസാനം ആ നായയെ തുറന്ന് സ്വതന്ത്രനാക്കി വിടുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുക. അയാളുടെ ഉള്ളിലുള്ള എല്ലാ ഞാനെന്ന ഭാവങ്ങളെയും എല്ലാ അഹങ്കാരങ്ങളെയും അയാളെ പോലെ തന്നെ സർവ്വസ്വാതന്ത്ര്യത്തോടെയും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള, എന്നാൽ തന്നേക്കാൾ കുറഞ്ഞവനാണ് എന്ന് അയാൾ വിചാരിച്ചിരുന്ന ഒരാൾ വന്ന് തുറന്നു വിടുകയാണ്. കള എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു സോ മച്ച്.